സീസൺ 6-ലെ ഫസ്റ്റ് ഫ്രൈഡേ അല്ല, സംഭവബഹുലമായൊരു ഫ്രൈഡേ എന്ന് പറയുന്നതാണ് നല്ലത്. അതുപോലെയാണ് ഇന്നലെ ബിഗ് ബോസ് വീടിനുള്ളിൽ പൊട്ടിത്തെറികൾ ഉണ്ടായത്. പുതിയ ടാസ്കും വൈൽഡ് കാർഡ് എൻട്രിയും പ്രതീക്ഷിച്ച പ്രേക്ഷകർ കണ്ടത് ഒരു കൊച്ചു യുദ്ധമായിരുന്നു. ബിഗ് ബോസിന്റെ വാണിംഗ് പോലും ഏൽക്കാത്ത അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. ജയിൽ നോമിനേഷൻ 5-ാം ദിവസത്തെ മെയിൻ സംഭവം. ഈ ഒരു ഒറ്റ നോമിനേഷൻ കാരണം ബിഗ് ബോസ് വീടിനുള്ളിൽ ഒരു അടിപിടി കോലാഹലമായിരുന്നു. പവർ ടീം അധികാരം ഉപയോഗിച്ച് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയായി ഫിറ്റ്നസ് ഗുരു ജിൻഡോയാണ് തെരഞ്ഞെടുത്തതെങ്കിലും മത്സരാർത്ഥികൾക്ക് കോമൺ ആയ ഒരാളെ തെരഞ്ഞെടുക്കാനുള്ള ബിഗ് ബോസിന്റെ നിർദ്ദേശമാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഏറ്റവും ഇറിറ്റേഷനുള്ള വ്യക്തിയായി കണ്ടസ്റ്റന്റുകൾ ചൂണ്ടിക്കാട്ടിയത് രതീഷ് അണ്ണനെയാണ്. അവരെ കുറ്റം പറയാൻ സാധിക്കില്ല, കാരണം അതുപോലെയാണ് അങ്ങേരെ വീടിനുള്ളിലെ വൺ മാൻ ഷോ കളിച്ചിരുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടലും അതുപോലെ അഭിപ്രായവുമെല്ലാം സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ എന്ന് പറയുന്നത് പോലെയായിരുന്നു കാര്യങ്ങളുടെ കിടപ്പുവശം. ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരും ചേർന്നങ്ങോട്ട് 8-ന്റെ പണി അങ്ങേർക്ക് കൊടുത്തു എന്നർത്ഥം. ഇതൊക്കെ കേട്ട് രതീഷ് അണ്ണൻ പിന്നെ അങ്ങോട്ട് കലിപ്പ് മൂടായിരുന്നു. ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടായതുപോലെയാണ് അദ്ദേഹം ഓരോന്ന് വിളിച്ചു പറഞ്ഞത്. ശേഷമുള്ള അൻസിബയുടെ വെളിപ്പെടുത്തലാണ് പ്രധാന ടേണിംഗ് പോയിന്റ്. സുരേഷ് മേനോൻ സെക്ഷൽ അസാൾട്ട് എന്ന രീതിയിൽ പെരുമാറിയെന്നും അദ്ദേഹം ഒരു ഗേ ആണെന്നും രതീഷ് പറഞ്ഞെന്നായിരുന്നു അൻസിബ വെളിപ്പെടുത്തിയത്. ശേഷം കടന്നൽ കൂട്ടം ആക്രമിച്ചതുപോലെയാണ് എല്ലാ മത്സരാർത്ഥികളും രതീഷിനെതിരെ തിരിഞ്ഞത്. അൻസിബ ഇങ്ങനെയൊരു ബോംബ് പൊട്ടിക്കുമെന്ന് രതീഷ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല എന്ന കാര്യം വളരെ ഉറപ്പാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ രതീഷിന്റെ ഗേ പരാമർശത്തെ കണ്ടന്റ് രീതിയിലും അതുപോലെ ഗെയിം പ്ലാനിംഗ് എന്ന രീതിയിലും കാണാവുന്നതാണ്. ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നതിലൂടെ 2 ഗുണങ്ങളാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഒന്നാമതായി, രതീഷ് എന്ന പേര് ആ വീട്ടിലെ പ്രധാന സംസാര വിഷയമായി മാറുന്നു. രണ്ടാമതായി, ക്യാമറ സ്പേസ് അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നതാണ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്തരം ഒരു പരാമർശം അല്ലെങ്കിൽ മണ്ടത്തരം വിളിച്ചു പറയണമെങ്കിൽ കൃത്യമായ പ്ലാനിംഗ് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തന്നെ പറയണം. ഇനി മറ്റൊരു രീതിയിൽ നോക്കിയാൽ മെജോറിറ്റി ആളുകളും തനിക്കെതിരെ തിരഞ്ഞപ്പോഴുണ്ടായ മെന്റലി ഡിസ്ട്രാക്ഷൻ മൂലം സംഭവിച്ച വീഴ്ചയായും വിലയിരുത്തുവാൻ സാധിക്കും. എന്ന് കരുതി ഗേ എന്ന പ്രയോഗത്തെ പിന്തുണയ്ക്കാനും കഴിയില്ല. കഴിഞ്ഞ സീസണിൽ അഖിൽമാരാർ ആൾക്കൂട്ടമർദ്ദനത്തിനിരയായി മരണപ്പെട്ട ആദിവാസി യുവാവ് മധുവുമായി ബന്ധപ്പെടുത്തി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ലാലേട്ടൻ അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിക്കുകയും വരെ ചെയ്തിരുന്നു. രതീഷിന്റെ കാര്യത്തിലും ഉറപ്പായും അടുത്ത ദിവസം, അതായത് ലാലേട്ടൻ വരുന്ന ദിവസം സംഭവത്തിൽ വിശദീകരണം നൽകേണ്ടി വരുമെന്ന് മാത്രമല്ല, ഒരു വാണിംഗ് ലഭിക്കാനും സാധ്യതയുണ്ട്. പുതിയ പവർ ടീമിനെ സെലക്ട് ചെയ്യാനുള്ള ചാലഞ്ചർ ടാസ്കിന്റെ ബാക്കിയാണ് അടുത്തത്. പവർ ടാസ്ക് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് നൽകിയത് പവർ ഒട്ടുമില്ലാത്ത ഒരു ടാസ്ക് ആയിരുന്നു. പവർ ടീമിലുള്ളവരെ ചിരിപ്പിക്കുക എന്നതായിരുന്നു ടാസ്ക്. നിലവിലെ പവർ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായ ടാസ്ക് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ശ്രീരേഖയ്ക്കും നിഷാനയ്ക്കുമെല്ലാം ചിരിക്കാതെ ഗൗരവമായി ഇരിക്കുക എന്നത് വളരെ ഈസിയായ കാര്യമായിരുന്നു. ആദ്യം വന്ന് ജാൻ മോണിദാസ് ചിരിക്കുമെന്ന് കരുതിയെങ്കിലും തോൽക്കാൻ എന്നെ കിട്ടില്ലെന്ന മട്ടിലുള്ള ഇരിപ്പ് ഒരു ഉഷാറായ സംഭവമായിരുന്നു. സിജോ മാക്സിമം ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയെ ഇമോഷണലി തകർക്കാൻ നോക്കിയെങ്കിലും കാര്യമുണ്ടായില്ല. നിലവിലെ പവർ ടീം തന്നെ സെലക്ട് ആയതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. ഇത്രയും അധികാരമുള്ള ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ ബിഗ് ബോസിന് സീരിയസ് ആയ ഒരു ടാസ്ക് നൽകാമായിരുന്നു. മറ്റൊന്ന്, സുരേഷ് മേനോന്റെ മോതിരം മിസ്സിംഗ് ആയതാണ്. ടാസ്ക് ആണെന്ന് വിവരമുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഈ റിംഗ് മിസ്സിംഗ് വീടിനുള്ളിലെ ഭൂരിഭാഗത്തിനും മനസ്സിലായില്ല എന്നാണ് ഏറ്റവും കഷ്ടം. സുരേഷ് മേനോന്റെ കരച്ചിലും റിംഗ് നഷ്ടപ്പെടുന്നുള്ള പറച്ചിലും എല്ലാം കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് പ്രാങ്ക് ടാസ്ക് ആണെന്ന്. അതുപോലെയാണ് നോറയും സിജോയും എല്ലാം അഭിനയിച്ച് കാണിച്ചത്. റിംഗ് മിസ്സിംഗ് ആയെന്ന് പറഞ്ഞ വ്യക്തി ആവശ്യപ്പെടുമ്പോഴേക്കും ബാഗ് തുറന്നു കാണിക്കാൻ തയ്യാറായ ശരണ്യയുടെ മനസ്സ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവർക്ക് ഇല്ലാതെ പോയത് എന്താണെന്നാണ് ഞാൻ ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചത്. സിജോയ്ക്കും യമുന റാണിക്കും കാര്യം ചെറുതായി കത്തിയെങ്കിലും പ്രയോജനം ഉണ്ടായില്ലെന്ന് മാത്രം. പക്ഷേ ടാസ്കിൽ ഏൽപ്പിച്ച ജോലി കൃത്യമായി സുരേഷ് മേനോൻ ചെയ്തു എന്നത് എടുത്തു പറയേണ്ടതാണ്. വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറഞ്ഞ് ലാസ്റ്റ് വന്നത് CID രാംദാസ് ആണ്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഡിജിറ്റൽ വാളിൽ വന്നിട്ടുള്ള കണ്ടസ്റ്റന്റുകളോടുള്ള CID സംസാരം എപ്പിസോഡിലെ ഹൈലൈറ്റ് ആയിരുന്നു. ഇനി നമ്മുടെ സ്വന്തം കമിതാക്കളിലേക്ക് വരികയാണെങ്കിൽ, രതീഷണന്റെ പ്രശ്നം കാരണം വേണ്ടത്ര സ്ക്രീൻ സ്പേസ് 2 പേർക്കും കിട്ടിയിരുന്നില്ല. ജാസ്മിന്റെ പൈങ്കിളി ഡയലോഗിലൂടെയാണ് എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗ്. സത്യത്തിൽ ജാസ്മിൻ ലവ് സ്ട്രാറ്റജിയാണോ ഉദ്ദേശിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് തോന്നാനുള്ള എല്ലാ വകയും ഈ സംഭവത്തിലുണ്ടായിരുന്നു. ലവ് ആയാലും അല്ലെങ്കിലും 2 പേർക്കും ഇതിനോടകം വലിയ പ്രേക്ഷക പിന്തുണ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ലാലേട്ടൻ വരുന്ന അടുത്ത ദിവസം ഉറപ്പായും രതീഷിന്റെ ഗേ പരാമർശം ചർച്ച ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. രതീഷിന് പണിഷ്മെന്റ് ലഭിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ സുരേഷ് മേനോന്റെ അഭിപ്രായം കണക്കിലെടുത്ത് പണിഷ്മെന്റ് നൽകാനും തീരുമാനം ഉണ്ടായേക്കാം. മറ്റൊന്ന്, ആരായിരിക്കും നോമിനേഷനിലൂടെ പുറത്തു പോവുക എന്താണ്. ഇവയെല്ലാം അറിയുന്നതിനായി ഞാനും നിങ്ങളും ഒരുപോലെ വെയിറ്റിംഗ് ആണ്. 6-ാം ദിവസത്തെ വിശേഷവുമായി നാളെ കാണാം.